നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അമ്മേ, ഭാവിയിൽ നമ്മൾ നിർമ്മിക്കാൻ പോകുന്ന നമ്മുടെ സ്വപ്ന സൗഖ്യത്തിന് പിച്ചകമംഗലം എന്ന് പേരിടണം. ഒരു ചെമ്പകമംഗലത്തുകാർ ഇറങ്ങിയിരിക്കുന്നു. അതും കലക്കി. അല്ല, മുത്തശ്ശൻ എന്തിനാ ഈ രണ്ട് വഞ്ചിയിൽ കാല് വെച്ചോണ്ട് കളിക്കുന്ന? എവിടെയെങ്കിലും ഒരിടത്ത് സ്റ്റേൺ ആയിട്ട് നിക്ക്. മുത്തച്ഛനെ എന്റെ അടുത്ത് നിന്നോളൂ. ഞങ്ങള് രണ്ടും കൂടി ഒരു വഞ്ചിയിൽ തുഴയാൻ തുടങ്ങിയിട്ടേ വർഷം 10-35 കാറും കോളും ഇടിമിന്നലും ഒക്കെ വന്നിട്ടും ഈ വഞ്ചി ഇളകിയിട്ടില്ല. ഞങ്ങൾ ഒരുമിച്ചാ തുഴയുന്നത്. പാവം മുത്തശ്ശന് കയ്യിലെടുക്കാൻ എന്തെല്ലാം ഉടായ്പകൾ. മതി മതി. നളചരിതം കളിക്കാതെ കാര്യം ഉറക്കെ പറ മുത്തശ്ശ. എന്തിന് ഭാര്യ പേടിക്കണം? ഇവളെ വിശ്വസിക്കാൻ പറ്റത്തില്ല. ഇവള് കാലുവാരും. ആ നന്ദിനി, ഞാൻ പറഞ്ഞത് കേട്ടല്ലോ. ഞാൻ വാങ്ങുന്ന കേക്ക് മുറിച്ച് ചെമ്പകമംഗലത്ത് വെച്ച് നിന്റെ പിറന്നാൾ ആഘോഷം മറക്കണ്ട. ചെമ്പകമംഗലത്ത് വെച്ച് പിറന്നാൾ ആഘോഷിക്കാം, പക്ഷേ ഞാൻ വാങ്ങിച്ച കേക്ക് മുറിക്കാനേ പറ്റൂ. അത് സാധ്യമല്ല. അതേ സാധ്യമാകൂ. അത്രേ ഉള്ളൂ. കൈമളേട്ടാ, ഇവളേതാ ചെമ്പകമംഗലത്ത് വന്ന് എന്നോട് ആജ്ഞാപിക്കാൻ? ഇവളാരാ എനിക്ക് മനസ്സിലാവുന്നില്ലല്ലോ. ഞാൻ ആന്ധ്രയിലെ വെള്ളപ്പൊക്കത്തിൽ ഒഴുകി വന്ന ഒരു തെലുങ്കുകാരി. പേര് മീനാക്ഷി റാവുലു. എന്റെ അച്ഛന്റെ പേര് ജയറാമ റാവുലു. എന്റെ മുത്തശ്ശന്റെ പേര് ജനാർദ്ദന കൈമളുലു. അവസാനമായിട്ട് ഞാൻ പറയാ, ഞാൻ വാങ്ങിയ കേക്ക് മുറിച്ച് ചെമ്പകമംഗലത്ത് വെച്ച് പിറന്നാൾ ആഘോഷം. അത് നടക്കില്ല എന്നല്ലേ പറഞ്ഞത്? മീനാക്ഷി നിർത്ത്. ഇതിനൊരു പരിഹാരം ഞാനുണ്ടാക്കാം. അല്ലമ്മേ, നീ ഇനി ഒന്നും പറയണ്ട. ഞാൻ തീരുമാനിച്ചു. ഈ കേക്കും നമ്മൾ കൊണ്ടുപോകുന്നു. അമ്മ വാങ്ങിയ കേക്ക് മുറിച്ച് പിറന്നാൾ ആഘോഷം. പിന്നെ മറ്റൊരു കാര്യം, ഈ ഫംഗ്ഷനിൽ നിനക്കും കൂടി വേണമെങ്കിൽ പങ്കെടുക്കാം. പിന്നെ മറ്റൊരു കാര്യം, ഈ ഫംഗ്ഷനിൽ നിനക്കും കൂടി വേണമെങ്കിൽ പങ്കെടുക്കാം. ഇന്ന് നന്ദിനിയുടെ ബർത്ത്ഡേ ആയതുകൊണ്ട് ഞാൻ ആരെയും വഴക്കു പറയില്ല. അപ്പോ ഇതുവരെ എന്നെ പറഞ്ഞൊന്നും വഴക്കല്ലേ? എല്ലാം മറന്നുകള. ആന്ധ്രാക്കാരികൾ പൊതുവെ സമാധാന പ്രിയരാ. പോട്ടെ മീനാക്ഷി റാവുലു. ടാറ്റ റാവുലു. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.